പുഷ്പയുടെ കാട്. അജീത്, മുതലാളി എല്ലാം ചെയ്യുന്നു. ഉദയ്പൂർ നഗരത്തിൽ തടി കിട്ടാനാണ് നമ്മൾ ഇത്രയും തടികൾ ഇത്രയും ദൂരെ കൊണ്ടുപോയി വിൽക്കുന്നത്. രമേശ്, ഉദയ്പൂർ നഗരത്തിൽ ഈ തടികളുടെ വില വളരെ വലുതാണ്. അതുകൊണ്ടാണ് മുതലാളി തടിയൊക്കെ അവിടെ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞത്. രണ്ടുപേരും ട്രക്കും കൊണ്ട് പോവായിരുന്നു. ചുറ്റും കൊടും കാടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ട്രക്കിന്റെ ടയർ പഞ്ചറാകും. എന്തു പറ്റി? കഷ്ടം. ദേ ഈ ടയർ ഇപ്പൊ പഞ്ചറായി. നമ്മുടെ കയ്യിലാണെങ്കിൽ വേറെ ടയറും ഇല്ലല്ലോ. ഇനി എന്തു ചെയ്യും? അവര് കാടിന് ചുറ്റും നോക്കും. കൊടും കാടായിരുന്നു അത്. അല്ല രമേശ്, ഇവിടെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. വളരെ നിശബ്ദത. അപ്പോഴേക്കും രമേശിന്റെ കണ്ണുകൾ കൊടുങ്കാടിന്റെ ഇടയ്ക്കുള്ള ചുമന്നിരിക്കുന്ന ചന്ദന മരങ്ങൾ അവന്റെ ശ്രദ്ധയിൽപ്പെടും. അതെ, കണ്ടില്ലേ അജിത്ത്, രക്തചന്ദനത്തിന്റെ മരമാ. ഇത് കണ്ട അജിത്ത് അത്ഭുതപ്പെട്ടു നോക്കും. ശരിയാണല്ലോ, അത് രക്തചന്ദനത്തിന്റെ മരം തന്നെയാണല്ലോ. ഈ രക്തചന്ദനത്തിന്റെ തടിക്ക് നല്ല വില കിട്ടും. രണ്ടുപേരും കൂടെ ഓടി നേരെ ആ കാടിന്റെ ചന്ദന മരത്തിന്റെ അവിടെ എത്തും. അവിടെ ഒരുപാട് ചന്ദനത്തിന്റെ മരങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഔഷധ മരങ്ങളും ഉണ്ടായിരുന്നു. ദേ ഇത് നോക്ക്, ഈ സസ്യവും വളരെ വിലപ്പെട്ടതാ. ഇത് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൊള്ളാമല്ലോ, നമ്മൾ ഇന്ന് കോടീശ്വരന്മാരാകും. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഈ സസ്യവും രക്തചന്ദനത്തിന്റെ തടിയെല്ലാം ഇവിടുന്ന് കൊണ്ടുപോവാം. എന്നിട്ട് നല്ല വിലക്കങ്ങ് വിൽക്കാം. നമ്മുടെ കയ്യിൽ പൈസ വന്ന് കുന്നുകൂടും. രണ്ടുപേർക്കും സന്തോഷമായി. ഇവര് പറയുന്നതെല്ലാം അടുത്ത് നിന്നിരുന്ന മുയൽ കുഞ്ഞ് കേട്ടുകൊണ്ടേയിരിക്കായിരുന്നു. അവര് മനുഷ്യരല്ലേ, അവരെങ്ങനെ എവിടെ എത്തി? ശരി, നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് വേഗം പോവാം. നമുക്ക് അവിടുന്ന് കുറച്ച് പേരെയും കൂടി കൂട്ടി നാളെ ഈ കാട്ടിലേക്ക് അങ്ങ് വരാം. എന്നിട്ട് ഇവിടെ വന്ന് എല്ലാ സസ്യങ്ങളും രക്തചന്ദനത്തിന്റെ തടിയും എടുത്തോണ്ട് പോവാം. ആ വരൂ, പോവാം. നമ്മള് കോടീശ്വരന്മാരായി. രണ്ടുപേരും അവിടെ നിന്ന് പോകും. എന്റെ ദൈവമേ, ഇവര് രണ്ടുപേരും ഈ കാട്ടിലെ മരങ്ങളും മുറിക്കുന്ന കാര്യമല്ലേ പറയുന്നത്? ഈ ഔഷധ സസ്യങ്ങളും രക്തചന്ദനൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയാ പിന്നെ ഈ കാടേ ഇവിടെ ഉണ്ടാവില്ല. ഇല്ല ഇല്ല, ഞാൻ എന്തായാലും പുഷ്പയോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. മുയൽ ഓടി ഓടി കാടിന്റെ അകത്തേക്ക് പോകും. അവിടെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. ഹേയ് പുഷ്പ, എവിടെയാണ്? ആരെങ്കിലും പുഷ്പയെന്ന് വിളിക്കേ. എന്തു പറ്റുമായില്ലേ? എന്തിനെങ്ങനെ വെപ്രാളപ്പെടുന്നത്? നമ്മുടെ കാട് വളരെ വലിയൊരു അപകടത്തിലാണ്. വേഗം പുഷ്പയെ വിളിക്കേ. നമ്മുടെ കാട് എന്ത് പ്രശ്നത്തിലാണെന്നാ? അപ്പോഴേക്കും മുമ്പിലത്തെ ഗുഹയിൽ നിന്നും ആ കാട്ടിലെ രാജാവായ ചീറ്റ പുഷ്പ വരും. എന്തു പറ്റി മുയലേ? ആ പുഷ്പ വന്നോ? നമ്മുടെ വനത്തിൽ മനുഷ്യരെത്തിയിരിക്കുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോകും. എന്ത്? ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ ദൈവമേ, വർഷങ്ങളായി ഇന്നേ വരെ ഈ കാട്ടിലേക്ക് ഒരു മനുഷ്യൻ പോലും കാല് കുത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ മനുഷ്യനൊക്കെ ഇവിടെ എത്തിയത്? മനുഷ്യർ വന്നിട്ടുണ്ട് കുരങ്ങേട്ടാ. ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് അവരെ കണ്ടതാ. പിന്നെ പുഷ്പ, അത് മാത്രമല്ല, ആ മനുഷ്യര് വീണ്ടും നമ്മുടെ കാട്ടിലേക്ക് ഇനിയും വേറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരും. അവര് പറയുന്നത് നമ്മുടെ കാട്ടിലുള്ള രക്തചന്ദനമെല്ലാം അവര് വെട്ടിക്കൊണ്ട് പോകുമെന്നാണ്. പിന്നെ ഔഷധ സസ്യം കൊണ്ടുപോകും. ഇതെല്ലാം കേട്ട് അവരുടെയൊക്കെ കിളി പോയി. എന്ത്? എന്റെ ദൈവമേ, ഇനി ഇതെങ്ങാനും സത്യമാണെങ്കിൽ നമ്മുടെ കാടിന്റെ പണി ഇതോടെ തീർന്നു. പുഷ്പ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. പുഷ്പ ഇവിടെ നിന്ന് ആരെയും ഒരു തടിയും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നാളെ ആ മനുഷ്യരിങ്ങ് വരട്ടെ. അവർ നാളെ വരുന്നവരുടെ കാലുപയോഗിച്ചായിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ അവരുടെ കാലുണ്ടാവില്ല. അല്ല പുഷ്പ, നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നേ? നാളെ എല്ലാവരും കയ്യിൽ ആയുധങ്ങളൊക്കെ എടുത്ത് കാടിൻ്റെ വിവിധ വശങ്ങളിലായി ഒളിച്ചിരിക്കണം. നമ്മുടെ കാട്ടിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ആ മനുഷ്യരെ വെട്ടി കണ്ട തുണ്ടമാക്കണം. നമ്മൾ അവരെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് മനുഷ്യരായാലെന്താ, മറ്റൊരു വനത്തിലെ പക്ഷികൾ പോലും പുഷ്പയുടെ ഈ വനത്തിൽ പറക്കാൻ പോലും മുതിരില്ല. ഈ കാട് ചീറ്റ പുഷ്പയുടെ ആയിരുന്നു. കാട്ടിലെ എല്ലാവർക്കും ചീറ്റ പുഷ്പേനെ നല്ല പേടിയുമായിരുന്നു. ചീറ്റ പുഷ്പയുടെ കാട്ടിൽ കാലുകുത്താൻ പോലും പേടിയായിരുന്നു. ഈ കാട്ടിലെ മരങ്ങളെല്ലാം വില കൂടിയ ചന്ദനത്തിന്റെ മരങ്ങളാ. ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പുഷ്പയ്ക്ക് പുഷ്പയുടെ കാട് രക്ഷിക്കാൻ പറ്റുമോ? വരൂ, നമുക്കെല്ലാവർക്കും ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. എല്ലാരും തടി കൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കാൻ നോക്കും. പുഷ്പയാണെങ്കിൽ ഗുഹയുടെ പുറത്തിരിക്കുകയായിരുന്നു. ഈ വനത്തിൽ പ്രവേശിക്കുന്ന ആരെയും ഇവിടെ നിന്ന് വെറുതെ വിടില്ല. പുറകിൽ നിന്ന് നിമ്മിക്കുറുക്കൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പുഷ്പ,
നീ എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും നാളെ നിന്റെ ഈ കാട്ടിനെ രക്ഷിക്കാൻ പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം നിന്നോട് പകരം വീട്ടാനായി അവസരം കിട്ടിയിരിക്കുക. ഈ ഒരു അവസരം ഞാൻ വെറുതെ എന്റെ കയ്യിൽ നിന്ന് പോവാൻ സമ്മതിക്കില്ല. നിമി കുറുങ്ങൻ അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോകും. നിമി കുറുക്കന് എന്തായിരിക്കും മഹാരാജാവായ പുഷ്പയോട് ഇത്രയും വൈരാഗ്യം? ഇതറിയാൻ ഒരു ഫ്ലാഷ് ബാക്കിൽ പോകാം. പെട്ടെന്ന് തന്നെ ഈ മാൻകുഞ്ഞിനെ തിന്നു തീർക്കാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ പുഷ്പ എന്നെ പിന്നെ തീർത്ത് കളയും. ഇതാണ് കണ്ടംപൂച്ച, നിമി കുറുക്കന്റെ ഭർത്താവ്. കണ്ടംപൂച്ച ഒരു മാന്റെ കുഞ്ഞിനെ കൊന്നിട്ട് നിൽക്കുകയായിരുന്നു. അതിനെ അത് തിന്നുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ നിമ്മി കുറുക്കൻ എത്തും. ജുമറു, നീ എന്തായി ചെയ്തത്? പുഷ്പ നിന്റെ ജീവനോടെ കൊല്ലും. പുഷ്പ എന്നെ കണ്ടാലല്ലേ കൊന്നു കളയുകയുള്ളൂ. വരൂ നിമി, നീ മാൻകുഞ്ഞിന്റെ ഇറച്ചി കഴിച്ചു നോക്ക് എന്ത് സ്വാദിഷ്ടമാണ് ഇതിന്റെ മാംസം. ജുമറു, നിനക്ക് വട്ടാണോ? ബാ, ഇവിടുന്ന് പോവാ. നിനക്കറിയാവുന്നതല്ലേ നമ്മുടെ കാട്ടിൽ ഒരാളെ കൊല്ലുന്നതിന്റെ ശിക്ഷ എന്തായിരിക്കുമെന്ന്? ജീവനോടെ കത്തിച്ച് കളയും ആ പുഷ്പ. നീ വിട്ടുകള ഈ പുഷ്പയുടെ കാര്യമൊക്കെ. പുഷ്പ ആ കാട്ടിൽ ഭയങ്കരമായ നിയമങ്ങളാണ് വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ കാട്ടുവാസികളെ ആരെങ്കിലും കൊന്നാൽ അവർക്ക് ശിക്ഷയായി മരണം തന്നെയായിരിക്കും. ഈ നിയമം പുഷ്പ തന്നെ ഉണ്ടാക്കിയതാണ്. അത് കാരണം കാട്ടിൽ താമസിച്ച മൃഗങ്ങളെല്ലാവരും വേറെ കാട്ടിലോട്ട് പോയാണ് അവരുടെ ഭക്ഷണം തേടിക്കൊണ്ടിരുന്നത്. കുറച്ചേരം കഴിഞ്ഞ് പുഷ്പയും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ എത്തും അവിടെ. ജുമറു കണ്ടംപൂച്ച എന്താ ചെയ്തെന്ന് അവര് കാണും. നീ ഇതെന്താ ചെയ്തത് ബില്ലേ? നീ മാൻകുഞ്ഞിനെ കൊന്നല്ലേ? ഈ കാടിന്റെ നിയമം എന്താണെന്ന് നിനക്ക് അറിയുന്നതല്ലേ? പുഷ്പ, എന്റെ ഭർത്താവിനൊരു തെറ്റ് പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കണേ. ഇനി ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല. ചെറിയ തെറ്റല്ല, വലിയ കുറ്റമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള ശിക്ഷ ഇവന് ലഭിച്ചേ മതിയാകൂ. പിടിച്ചുകൊണ്ട് വാ ബില്ലേ. ജുമറു കണ്ടംപൂച്ചനെ എല്ലാരും പിടിച്ചോണ്ട് പോവും. വേണ്ട പുഷ്പ, വേണ്ട, അങ്ങനെ ചെയ്യില്ലേ. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്റെ ഭർത്താവിനെ വെറുതെ വിടൂ. കുറുക്കൻ പറഞ്ഞത് കേട്ടില്ല ചീത്ത. എല്ലാരും കൂടെ ചേർന്ന് കണ്ടംപൂച്ചനെ കാട്ടിൽ കുഴി കുത്തിയ ഒരു സ്ഥലത്തേക്ക് വരും. അവിടെയാണ് പുഷ്പ എല്ലാവർക്കും ശിക്ഷ കൊടുത്തിരുന്നത്. പുഷ്പ, അങ്ങനെ ചെയ്യല്ലേ. എന്റെ ഭർത്താവിനെ വെറുതെ വിട്. ഈ ബില്ലേ കുഴിയിലേക്കിട്. പിന്നെ ഇതിൽ മരത്തടികളിട്ട് ഇതങ്ങോട്ട് മൂട്. ഇതാണ് ഈ ബില്ലേക്കുള്ള ശിക്ഷ. ആ കുഴിയിലേക്ക് കണ്ടംപൂച്ചനെ കുറച്ച് തടികളൊക്കെ വെച്ച് അങ്ങനെ അതിൽ തീ കത്തിക്കുകയും ചെയ്യും. അങ്ങനെ കണ്ടംപൂച്ച ജീവനോടെ ആളിക്കത്തും. കുറച്ച് കഴിയുമ്പോ എല്ലാരും അവിടെ നിന്ന് പോരും. കുറുക്കൻ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. പുഷ്പ, നീ ഇത് ചെയ്തത് ശരിയല്ല. നോക്കിക്കോ, ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. നീ വിഷമിക്കണ്ട ജുമറു. നിന്നെ കൊന്ന പുഷ്പയോട് ഞാൻ പകരം വീട്ടിയിരിക്കും. നാളെ മനുഷ്യന്മാരിവിടെ വരട്ടെ. അവരുറപ്പായിട്ട് പുഷ്പനെ കൊല്ലും. പുഷ്പ മരിക്കുന്നത് കണ്ട് ഈ കാട് തന്നെ ഞെട്ടിത്തെറിച്ചു പോകും. അടുത്ത ദിവസം രാവിലെ പുഷ്പയും കാട്ടിലെ മൃഗങ്ങളെല്ലാരും കാട്ടിലൊരു സ്ഥലത്ത് ആയുധങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. പുഷ്പ, ഞങ്ങള് തയ്യാറാണ്. എല്ലാവരും പലയിടങ്ങളിലേക്ക് പോയി മിണ്ടാതിരിക്കുക. എപ്പോഴാണോ മനുഷ്യർ ഈ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോഴവരെ ആക്രമിച്ച് അവരുടെ ശരീരം ഛിന്ന ഭിന്നമാക്കണം. എല്ലാവരും ആയുധങ്ങളൊക്കെ കയ്യിൽ വെച്ച് ഓരോരോ സ്ഥലത്തായിട്ട് ഒളിഞ്ഞിരിക്കും. നിമ്മി കുറുക്കനാണെങ്കിൽ കാട്ടിൽ നിന്നും പുറത്തിറങ്ങി റോഡിലേക്ക് വരും. ആ മനുഷ്യന്മാരെ കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തടഞ്ഞു നിർത്തണം. കുറച്ചേരം കഴിയുമ്പോൾ അജിത്തും രമേശും ഒരുപാട് ആൾക്കാരെയും കൊണ്ട് ട്രക്കിൽ അവിടേക്ക് വരും. എല്ലാ മനുഷ്യന്മാരും ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങും. ഈ കാട്ടിലാണ് രക്തചന്ദനത്തിന്റെ മരങ്ങളെല്ലാം ഉള്ളത്. നിമ്മി അപ്പം ഈ മനുഷ്യന്മാരുടെ അടുത്തേക്ക് വരും. അതെ, നിങ്ങൾ ഈ കാട്ടിന്റെ അകത്ത് പോയാലേ പുഷ്പയും ബാക്കി മൃഗങ്ങളും നിങ്ങളെ ജീവനോടെ കൊല്ലും. ഇത് കേട്ട് എല്ലാവരുടെ ബോധം അങ്ങ് പോയി. കുറുക്കനപ്പോ ഈ പുഷ്പയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കും. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും അജിത്ത്? ഒരു കാര്യം ചെയ്യും, കുറച്ച് ആൾക്കാര് മുമ്പിലത്തെ വഴി കൂടെ തന്നെ പോ, ബാക്കിയുള്ളവര് പുറകിൽ നിന്ന് പോ. ഞങ്ങള് കയ്യില് വലയുമായിട്ട് നടക്കാം. 2 പേര് പുക പരത്തിയാ മതി. അങ്ങനെ കുറച്ചുപേര് കാടിന്റെ മുമ്പിൽ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകും. കുറച്ചുപേര് പുറകിൽ നിന്ന് പോകും. എല്ലാവരുടെ കയ്യിൽ വലിയ വലയുണ്ടായിരുന്നു. അവരങ്ങനെ എത്തിയപ്പോ അവര് കാട് മുഴുവൻ പുകയ്ക്കാൻ തുടങ്ങി. അത് കാരണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഈ പുക എവിടെ നിന്ന് വന്നു? ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. പുഷ്പ പുകയിൽ മുമ്പോട്ട് പോകും. കുറച്ചു കഴിയുമ്പോ പുക അവിടെ നിന്ന് മുഴുവനായിട്ട് പോയി. അവൻ നേരിൽ നോക്കുമ്പോ കാട്ടുവാസികൾ എല്ലാവരും മനുഷ്യന്മാരുടെ വലയിൽ വീണു കഴിഞ്ഞിരുന്നു. അയ്യോ, ഇത്
അങ്ങനെ പുറകിൽ നിന്ന് 2 മനുഷ്യന്മാർ പുഷ്പേനെയും വല വീശി പിടിക്കുകയും ചെയ്യും. ഏയ് എന്നെ വിടാൻ. പുഷ്പ, ഞങ്ങളെ രക്ഷിക്ക് പുഷ്പ. പുഷ്പ, എന്തെങ്കിലും ചെയ്യ്. മനുഷ്യന്മാരൊരു വലിയ വലയില് ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ പിടിച്ചു വച്ചേക്കുകയായിരുന്നു. ഒരു വലയില് പുഷ്പേനെയും. നിമി കുറുക്കൻ അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു. കൊള്ളാം കുറുക്ക, നിന്റെ സഹായം കൊണ്ടാ വളരെ വേഗത്തിൽ ഈ മൃഗങ്ങളെല്ലാം പിടികൂടാൻ കഴിഞ്ഞത്. കൂട്ടരെ, ഇനി ഈ കാട്ടിലെ മുഴുവൻ ചന്ദനവും മുറിച്ചെടുത്തോളൂ. എല്ലാരും അങ്ങനെ ചന്ദനത്തിന്റെ മരം മുറിക്കാൻ തുടങ്ങി. നിങ്ങൾ സൂക്ഷിച്ചോ, എന്റെ കാട്ടിൽ നിന്നും മരം മുറിക്കുന്നവരെ ഞാൻ കൊന്നുകളയുന്നതായിരിക്കും. മിണ്ടാതിരിക്കടാ, കൊന്നുകളയും പോലും. ആദ്യം നിന്നെ രക്ഷിക്കാൻ നോക്ക്. ഈ കാട്ടിലെ ജീവികളുടെ മുന്നിൽ ഞാൻ സത്യം ചെയ്യുന്നു, നീ യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ എന്നെ ഈ വലയിൽ നിന്നൊന്ന് അഴിച്ചുവിട്. നിന്നെ ഞാൻ കീറി മുറിച്ചിരിക്കും. നീ ഒരു മനുഷ്യനുമല്ല, ഒരു മൃഗവുമല്ല. കണ്ടോ നിങ്ങള്, ഇങ്ങനെയാണ് പുഷ്പ. ബാക്കിയുള്ളവരെ പിന്നെ കൊല്ലാം. ആദ്യം നീ പുഷ്പേനെ തീർക്ക്. എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് ഈ പുഷ്പേനെ എനിക്കൊന്ന് കൊല്ലണം. നിമ്മിക്കുറുക്കൻ പറയുന്നതൊക്കെ കേട്ട് ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഞെട്ടിപ്പോയി. കുറുക്ക, നീ ഒരു മൃഗമായിരുന്നിട്ടും ഈ മനുഷ്യരുടെ കൂടെ എന്തിനു കൂടി? നീ ഇതിന് വലിയ വില നൽകേണ്ടി വരും കുറുക്ക. ആദ്യം നീ രക്ഷപ്പെട് പുഷ്പ. എന്നെ കൊല്ലുന്നതൊക്കെ പിന്നീടാവാം. കുറച്ച് മനുഷ്യന്മാര് ആ ചന്ദനത്തിന്റെ മരം മുറിക്കുകയായിരുന്നു. ബാക്കിയുള്ള മനുഷ്യന്മാര് മൃഗങ്ങളെയൊക്കെ ക്രൂരമായി അടിക്കുകയായിരുന്നു. വേണ്ട വേണ്ട. ഞങ്ങളെ രക്ഷപ്പെടുത്തു പുഷ്പ, ഞങ്ങളെ രക്ഷപ്പെടുത്തേ. രമേശും അജീത്തും ക്രൂരമായി മൃഗങ്ങളെ അടിക്കുകയായിരുന്നു. വേദന കൊണ്ട് എല്ലാവരും നിലവിളിക്കുകയായിരുന്നു. എന്റെ പ്രജകളെ വെറുതെ വിട്. അപ്പോഴേക്കും കുറച്ച് എലികൾ പുഷ്പയുടെ അടുത്തേക്ക് പതുങ്ങി വരും. പെട്ടെന്ന് വല കീറി മുറിക്ക്, വേഗം. പുഷ്പയുടെ മേലുണ്ടായിരുന്ന ആ വല കടിച്ചു പറിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് എല്ലാ എലികളും മുഴുവനുമായി വലേനെ കടിച്ചു പറിച്ചു. പുഷ്പ വലയിൽ നിന്നും മുക്തനാകുകയും ചെയ്തു. 3-4 മനുഷ്യന്മാരെ അപ്പൊ തന്നെ ആക്രമിച്ചു. അവൻ ഒറ്റ നിമിഷം കൊണ്ട് കീറിപ്പറിച്ചു മനുഷ്യരെ. ഇത് കണ്ട് രമേശും അജിത്തിന്റെ കിളി പോയി. അയ്യോ, ഇവനിതെന്താ ചെയ്തത്? ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. എല്ലാരും അവിടുന്ന് ഓടാൻ തുടങ്ങി. പുഷ്പ ഓരോരുത്തരെയും അങ്ങനെ കൊല്ലാൻ തുടങ്ങി. കൊന്ന ആൾക്കാരെ എല്ലാം പുഷ്പ ചുമന്ന ചന്ദനത്തിന്റെ തടി കൊണ്ട് തന്നെ മരിച്ചുപോയ ശവങ്ങളെ കത്തിച്ചാമ്പലാക്കും. ഇത് കണ്ട് കുറുക്കനാകെ ഭയച്ചു. പുഷ്പ കഴുത്തിന് പിടിച്ചു വെട്ടും, പക്ഷേ അവൻ ആരുടെ മുമ്പിലും തലകുനിക്കുകയില്ല. പുഷ്പ, എന്നോട് ക്ഷമിക്കണേ, ഒരു തെറ്റ് പറ്റിപ്പോയി. വേണ്ട പുഷ്പ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നോട് ക്ഷമിക്ക്. രാജ്യദ്രോഹികൾക്കും കുറ്റവാളികൾക്കും അവരുടെ യഥാർത്ഥ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അതാണ് പുഷ്പയുടെ ജോലി. അപ്പോഴേക്കും പുഷ്പ കുറുക്കനെ എടുത്ത് അതേ തീയില് വലിച്ചെറിയും. ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ കുറുക്കനും കത്തിച്ചാമ്പലായി പോവും. പുഷ്പരാജ്, ഈ വനത്തിൽ പുഷ്പ വാഴുന്നിടത്തോളം ഇവിടെയുള്ള ഒരു പക്ഷിയെ പോലും കൊല്ലാൻ കഴിയില്ല. ഇത് കേട്ട് എല്ലാരും പുഷ്പയ്ക്ക് സലാം കൊടുക്കും. ഇത് കഴിഞ്ഞ് എല്ലാവർക്കും പുഷ്പനെ ഒന്നും കൂടെ പേടിയായി. പുഷ്പയുടെ കാട്ടിലേക്കുള്ള വഴിയിൽ ഇപ്പോ ഒരാള് പോലും വരാതെയായി. പുഷ്പയുടെ കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം പുഷ്പ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. എന്നത്തെയും പോലെ സന്തോഷത്തോടെ ജീവിക്കാനും തുടങ്ങി.